നമസ്കാരം. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത അതീവ അസാധാരണമായ നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അഥവാ നവകേരള സദസ്സിലെ മർദ്ദന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മുൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെ തന്നെ പ്രതിയാക്കാനുള്ള പഴുതടച്ച നീക്കങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ക്രിമിനലുകളെയും വമ്പൻ സ്രാവുകളെയും കൊടുക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ആക്ഷൻ ഹീറോ ഇമേജുള്ള DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് ഉന്നതർക്ക് ചുറ്റും വലവിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ADGPയുടെ ഔദ്യോഗിക ഓഫീസിൽ വെച്ച് വമ്പൻ ഗൂഢാലോചന നടന്നെന്ന അതീവ ഗൗരവമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ആസ്ഥാനത്തെ ഈ അസാധാരണ പരിശോധന. P. വിജയൻ ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGPയായി കസേര ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബൈജു പൗലോസും സംഘവും മുൻ ADGPയുടെ ഓഫീസിലേക്ക് ഒരൊറ്റ ലൂപ്പ് ഹോളും ബാക്കിവെക്കാതെ ഇരച്ചുകയറി സകല തെളിവുകളും കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ കേസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് മർദ്ദന കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തി കേസ് ഡയറി അട്ടിമറിക്കാൻ ADGP നേരിട്ട് ഇടപെട്ടു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബിജു പൗലോസിന് ലഭിച്ചിരിക്കുന്നത്. കോടതിയിൽ കേസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് മർദ്ദന കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തി കേസ് ഡയറി അട്ടിമറിക്കാൻ ADGP നേരിട്ട് ഇടപെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബൈജു പൗലോസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനായി SIT നടത്തിയ നീക്കങ്ങൾ ഇങ്ങനെയാണ്. ADGPയുടെ ഓഫീസിലെ ഔദ്യോഗിക ലാപ്ടോപ്പ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലെ ഇമെയിൽ ഐഡികളും ബോധപൂർവ്വം ഡിലീറ്റ് ചെയ്ത ഫയലുകളും വീണ്ടെടുക്കുന്നതിലൂടെ കേസ് അട്ടിമറിയുടെ പ്രധാന ഡിജിറ്റൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഓഫീസിലെയും പരിസരങ്ങളിലെയും പഴയ CCTV ദൃശ്യങ്ങളുടെ പ്രധാന പകർപ്പുകൾ സംഘം ശേഖരിച്ചു. കൂടാതെ സന്ദർശക രജിസ്റ്ററും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മർദ്ദനക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ADGP നേരിട്ട് വിളിപ്പിച്ചത് ഏത് ദിവസമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണിത്. വിവാദപരമായ ഉത്തരവുകളും തിരുത്തലുകളും തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർ തങ്ങിയ തിരുവനന്തപുരത്തെ പോലീസ് ക്ലബിലും ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ മിന്നൽ പരിശോധന നടത്തി കഴിഞ്ഞു. അന്വേഷണ സംഘത്തിന് ലഭിച്ച മറ്റ് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ MR അജിത് കുമാറിന് ഇനി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കടുത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ അതീവ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ലഭ്യമായിരുന്നിട്ടും അത്തരം ദൃശ്യങ്ങളൊന്നും അന്വേഷണത്തിൽ കണ്ടില്ല എന്ന് കേസ് ഡയറിയിൽ നിർബന്ധിച്ച് രേഖപ്പെടുത്താൻ അജിത് കുമാർ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും ചെലുത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തൽ എന്നീ ഗുരുതരമായ ക്രിമിനൽ വകുപ്പുകൾ ചുമത്തി മുൻ ADGP MR അജിത് കുമാറിനെ ഈ കേസിൽ പ്രതിയാക്കാനാണ് ബൈജു പൗലോസ് ഇപ്പോൾ നിയമപരമായ നീക്കങ്ങൾ നടത്തുന്നത്. സ്വന്തം വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് നോക്കാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സകല താപ്പാനകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ബൈജു പൗലോസ് കാട്ടുന്ന ഈ ആർജവം കേരള പോലീസിന് തന്നെ മാതൃകയാണ്. നവകേരള സദസ്സിനിടെ ഇപ്പോഴത്തെ MLA AD തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ S. അനിൽകുമാർ, S. സന്ദീപ്, VK സൈജു, R. അരുൺ, VV ബിബിൻ എന്നീ 5 പോലീസുകാർ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശപ്രകാരം SITക്ക് മുന്നിൽ ഹാജരായിരുന്നു. ഇവർക്ക് കോടതിയിൽ നിന്നും താൽക്കാലികമായി മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും മർദ്ദനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെയും മുൻ ഭരണാധികാരികളുടെയും പങ്ക് പുറത്തു കൊണ്ടുവരാൻ ഇവരെ വരും ദിവസങ്ങളിൽ ബൈജു പൗലോസിന്റെ സംഘം വിശദമായി വീണ്ടും ചോദ്യം ചെയ്യും. ഭരണകൂടത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്നും കേസ് അട്ടിമറിക്കാമെന്നും കരുതിയ മുഴുവൻ പേർക്കും നിയമത്തിന് മുന്നിൽ ആരും വലിയവരല്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ ഒരു കേസ് നൽകുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ഈ അന്വേഷണവുമായി ആക്ഷൻ ഹീറോ ബൈജു പൗലോസും സംഘവും മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ കേരള പോലീസിലെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണത്തിന്റെ വഴികൾ നീളുമെന്ന് ഉറപ്പാണ്. അധികാര കസേരകളിൽ ഇരുന്ന് നിയമം കയ്യിലെടുത്ത സകല ക്രിമിനലുകളും അഴിയെണ്ണുന്ന നാളുകളാണ് ഇനി.